തുറന്ന ഷീകമോള് അറിഞ്ഞിട്ടില്ല. ഞങ്ങള് അറിയാതെ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയുള്ള പോവാണ് പോകുന്നത്. അവൾക്ക് മനസ്സിലായിക്കണു എന്താ വാങ്ങണ്ട് മനസ്സിലായിക്കണു. പക്ഷെ എന്താന്ന് മനസ്സിലായി. അപ്പോൾ ഓളെ ഒഴിവാക്കിയിട്ട് വല്ല ഇങ്ങനെ പോകുന്നതാണ് ഞങ്ങള്. അപ്പോൾ ദിവസം ചോദിച്ചാൽ ഗിഫ്റ്റ് എന്താ ചോദിച്ചാൽ ഇങ്ങനെ ഇപ്പാൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് വാങ്ങാനാ ഇപ്പോൾ പോണേ. ശിഖമോളെ ബർത്ത്ഡേക്ക് കൊടുത്ത് ചെറിയൊരു സർപ്രൈസ് ആട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ ശിഖക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനാണ് ഇക്കി അക്മലും കൂടെ പോണത്. അപ്പോൾ അവർ പോണത് ജെരിയർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ എന്താണ് ഗിഫ്റ്റ് വാങ്ങണേന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫോണോ ലാപ്ടോപ്പൊക്കെ എപ്പോഴും നിർബന്ധമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ വീട്ടിലുള്ളവർക്ക് തന്നെ ചിലപ്പോൾ അവരെ ഫോണൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കിപ്പോൾ രണ്ടാൾക്കും കൂടെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഫോണ് സത്യം പറഞ്ഞാൽ കയ്യിൽ അങ്ങനെ കിട്ടലില്ല കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചതായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് രണ്ടാൾക്കും ഫോൺ വാങ്ങാന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടാളെ ബർത്ത്ഡേയും തമ്മിൽ ഒരു 15 ദിവസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ മക്കൾ കുറച്ച് വലിയതായ ശേഷം രണ്ടാളെയും ബർത്ത്ഡേ കൂടെ ഒരുമിച്ചാട്ടോ ആഘോഷിക്കാറുള്ളത്. ആഘോഷമായിട്ടൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും, പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ ഉണ്ടാക്കുന്നത് തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും, കല്യാണം സൽക്കാരം അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 15-നാണ് ഷിഗൻ്റെ ബർത്ത്ഡേ, ഒക്ടോബർ 3-നാണ് അക്മലിൻ്റെ ബർത്ത്ഡേ. പിന്നെ ഞങ്ങൾ അവരുടെ ബർത്ത്ഡേ ആ ഒരു ബർത്ത്ഡേൻ്റെ ദിവസം തന്നെ ഉണ്ടാക്കലില്ല കേട്ടോ. ചിലപ്പോൾ ആ ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ചയാണ് അധികം ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. കാരണം വെള്ളിയാഴ്ച ആകുമ്പോഴാണ് എല്ലാവർക്കും ഫ്രീ ആവുന്നത്. അപ്പോൾ ഇക്കാക്ക് ഒഴിവുള്ളത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അധികം ഞങ്ങൾ വെള്ളിയാഴ്ചയായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ നന്നായിട്ട് തന്നെ ആഘോഷിച്ചിരുന്നു കേട്ടോ ഷിഗൻ്റെത്. അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് റിയാന്ന് വന്നിട്ടുണ്ടായിരുന്നു, ജാനിസ്കി ലീനും കുട്ടികളൊക്കെ. അപ്പോൾ അന്നും ഇതേപോലെ തന്നെ ഷിഗൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് അവർ വന്ന ഒരു ദിവസം ആ ഒരു വെള്ളിയാഴ്ച തന്നെ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇക്കയും അക്മലും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, രണ്ടാൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷിഗക്ക് വാങ്ങിയിട്ടുള്ളത് റെഡ്മി നോട്ട് 9 ആണ്, അക്മലിന് റിയൽമി ആട്ടോ ഫോൺ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് പൊളിഞ്ഞു കേട്ടോ. അപ്പോൾ അത് എങ്ങനെ പൊളിഞ്ഞത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം കേട്ടോ. വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഈ ഒരു ഫോണ് കൊടുക്കുക എന്നുള്ള സർപ്രൈസ് പൊളിഞ്ഞത് എന്നുള്ളത്. പിന്നെ ഞാനും ഒക്കെയും കൂടെ അവൾക്കുള്ള കുറച്ചും കൂടെ ചെറിയ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ ഇത് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അക്മലും ഷിഗയും മുനിൻ്റെ റൂമിലാട്ടോ. ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഫോണിൻ്റെ സർപ്രൈസ് പൊളിഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം ബർത്ത്ഡേ പരിപാടിയൊന്നും ഇല്ല എന്നാട്ടോ ഷിഗനോട് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇവരെ ബർത്ത്ഡേ ഉണ്ടാക്കാറുള്ളത് ഇവരെ ബർത്ത്ഡേ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ആയിട്ടോ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ആ വെള്ളിയാഴ്ച ബർത്ത്ഡേ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവൾ വിചാരിച്ചു ഇപ്രാവശ്യം ബർത്ത്ഡേ ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം ഇനി ബർത്ത്ഡേ പരിപാടിയൊന്നും ഇല്ല എന്ന് തന്നെ കേട്ടോ അവൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന സാധനങ്ങളൊന്നും റൂമിലേക്ക് എടുക്കണില്ല കേട്ടോ. കാരണം റൂമിൽ കൊണ്ടുപോയാൽ അവൾ എങ്ങനെയായാലും അത് കണ്ടുപിടിക്കും. അപ്പോൾ ഫോണിൻ്റെ സർപ്രൈസ് തന്നെ പൊളിഞ്ഞതുകൊണ്ട് പിന്നെ ഈ സാധനങ്ങളൊന്നും ഇനി ഞങ്ങൾ റൂമിലേക്ക് എടുക്കണില്ല. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഞങ്ങളിപ്പോൾ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. അപ്പോൾ റൂമിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ട്. പിന്നെ മോൾക്കുള്ള കേക്കും ഗിഫ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓളെ വിളിക്കാൻ പോവാം.
അപ്പോൾ ഈ ഒരു സർപ്രൈസ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കാരണം ആദ്യം കൊടുക്കാൻ വിചാരിച്ച സർപ്രൈസ് ഓള് പൊളിച്ചടക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഇപ്പം അപ്പുറത്ത് മുനിൻ്റെ റൂമിൽ പോയിട്ടുള്ളതാട്ടോ അവള്. അപ്പോൾ ഇനി പിന്നെ ഇതെന്താവെന്ന് അറിയില്ല. അതായത് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഡോർ തുറന്ന എങ്ങനെയുണ്ട്? അതല്ലേ ജോർജിയുടെ ബർത്ത്ഡേ അന്ന് പൊളിച്ചിട്ടല്ലേ? എങ്ങനത്തെ കേക്ക്? എങ്ങനത്തെ കേക്കൊക്കെ ഓല ഉണ്ടാവും എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ ഓല എന്നോട് പറഞ്ഞില്ല? ഓലെന്താ പറഞ്ഞു? സർപ്രൈസ് ആയോ? 1 2 3 ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ശിഖമോ. പറഞ്ഞു പൊളിച്ച് ഇതോള് പൊളിച്ചടക്കിയ സർപ്രൈസ് ആണ്. ഞാൻ വിചാരിച്ചു ഏതഷ്ടമുള്ള പൊളിച്ച ഓന്തേറ്റാവോ? താമ കാണിച്ചു അപ്പൊ അതിവിടെ ഇവിടെ കാണിച്ചു. ഇതേ കാര്യം വലിയ സാധനം പൂച്ചക്ക് പുല്ലാണ് പുല്ല് ചത്ത പല്ല് എന്തൊരു ബോക്സ് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ മാറ്റിട്ടോ ഓടുമ്പോ കേട്ടിട്ട് ഓടിക്കൊണ്ടിട്ടോ. പൊട്ടി എന്തോ പൊട്ടി. എന്താണ് കൊറേ ചോക്ലേറ്റ് മൊത്തത്തിൽ അത് നാളെ ധാരാളമാണ്.
ബലൂണല്ല, ബലൂണൊക്കെ അതിൽ വന്നാണ്. കഴിഞ്ഞോ? എന്തും ഗസ് ചെയ്യോ? അല്ല പോവാ. അങ്ങനെ പെട്ടി വിളിച്ച പെട്ടിക്കുള്ളിൽ പെട്ടിയോ? Yes, I know that. Hardship conduct mixes. Next box. Come on, next box. I know that. I knew it. Next, beautiful box. I know that. അതിലൊന്നും ഉണ്ടാവില്ല. അതിലൊന്നും ഉണ്ടാവില്ല. അനുപോലെ കുറച്ച് കൊടുത്തിട്ടല്ലേ അല്ലേ? ചെലപ്പോ അങ്ങനെ തുറന്നാവും പിന്നെ ഒന്നും ഉണ്ടാവില്ല ഉള്ളിക്ക്. ജീരകമുട്ടായി പറഞ്ഞില്ലോ ഇഷ്ടമല്ല അതാ കരുതാ. നിങ്ങൾ ജീരകം കൊണ്ടിട്ടുണ്ടാവും. ഇവിടെ കാട്ട്. എന്താണ് സാധനം? ഇഷ്ടായോ? ഇതൊക്കെ എപ്പോഴാ വാങ്ങിയെന്ന് ഞാൻ വിചാരിക്കണേ. എങ്ങനെ ഈ ഫോണിന്റെ സർപ്രൈസ് പൊളിച്ചത്? ഫോൺ വാങ്ങി തന്നില്ലേ? അത് ഞാൻ എന്താ ഫോൺ കാണില്ല. അപ്പൊ അക്മല് വന്നിട്ട് പറഞ്ഞു അപ്പുറത്തെ റൂമിൽ എഴുതായിരുന്നു. ഞാൻ സെർച്ച് ചെയ്ത് അവസാനം എന്താണ് സെർച്ച് ചെയ്തപ്പോ ഞാൻ നോക്കുമ്പോണ്ട് ഫോൺ. ഓൻ പറഞ്ഞു ഉപ്പാന്റെ ഫോണത്. വേറെ ഫോണും കൂടി കിട്ടി. പറഞ്ഞു അത് ഓന്റെ ഫോണാ പറഞ്ഞു. പറഞ്ഞു കൊറേ പറഞ്ഞപ്പോ ഓൻ പറഞ്ഞു നിന്റെ ഫോണാ പറഞ്ഞു. ഇവനോട് സത്യം വെക്കാൻ പറഞ്ഞില്ലേ? സമ്മതിച്ചല്ലേ? അപ്പൊ ഞാൻ ഇപ്രാവശ്യം എന്താ പറഞ്ഞത്? ഇപ്രാവശ്യം കേക്കൂല, ബർത്ത്ഡേ പരിപാടി ഇല്ല പറഞ്ഞു അല്ലേ? ഉണ്ടായിരുന്നു എനിക്കറിയാം. കാരണം എങ്ങനെ അറിയാം? ഇത്രയും കഷ്ടപ്പെടുന്ന ഇത്ര കഷ്ടം വെച്ചാൽ വെള്ളിയാഴ്ച ആണെങ്കിൽ ഉണ്ടാക്കും. ഇന്നലെ വെള്ളിയാഴ്ചയും കഴിഞ്ഞു. അപ്പൊ ഒരു പ്രതീക്ഷ ചെയ്യാം. ഞങ്ങൾക്ക് അറിയാം. അതെല്ലാം പുറത്ത് ഭക്ഷണം കഴിക്കാറ് ഭയങ്കര തുണി ചാടിയത്. ഇപ്പൊ എന്തായി? അപ്പം ഫ്രണ്ട്സ്, എനിക്ക് ഇമ്മച്ചിയും ഇപ്പച്ചിയും ഇക്കാക്കിയും തന്ന സർപ്രൈസ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയ്ക്ക് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷികാസ് കഫേ ചാനലിന് ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.